സെലിബ്രിറ്റി മദർഹുഡ് അല്ലേ അത്? I don't know about more. I enjoyed it. അല്ലല്ല, യൂട്യൂബിനൊക്കെ മുമ്പ് കേട്ടോ. യൂട്യൂബിന് മുമ്പ്. യൂട്യൂബ് വന്നപ്പോ യൂട്യൂബ് എല്ലാം ഉണ്ടായിരുന്നു. ഇന്ന് നോക്കുമ്പോ എല്ലാരും പ്രസവിക്കുകയാണ്. വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളും. കളിയാക്കിയ ആൾക്കാർ വരെ അവര് വരെ ഇന്ന് എല്ലാം യൂട്യൂബിൽ ചെയ്യുന്ന ആൾക്കാരാണ്. അതാണ് ഏറ്റവും ഐറണി ഒന്നുമല്ല. എനിക്ക് ഏറ്റവും കർമ്മ എക്സാക്ട്ലി. ഞാൻ ഏറ്റവും പറയുന്നത്, നമുക്ക് ഒരാളെ കളിയാക്കാൻ ഭയങ്കര ഈസിയാണ്, ഒരാളെ ആക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസിയാണ്. പക്ഷേ ലൈഫ് വിൽ ബ്രിങ് യു ബാക്ക് ദെയർ. അപ്പം എന്ത് ചെയ്യും? അതാണ് ഞാൻ കണ്ട ഒരു ജീവിതത്തിലൊരു പാഠം. ഡോണ്ട് മേക്ക് ഫൺ ഓഫ് എനിബഡി. വൺ ഡേ ഐ ക്യാൻ ബി ദെയർ, യു ക്യാൻ ബി ഹിയർ. പറയാൻ പറ്റുമോ? മേ ബി ദൈവം സഹായിച്ച് വിഷ്ണു വലിയൊരു ബോളിവുഡ് സ്റ്റാറായി. ഫസ്റ്റോ ബെസ്റ്റോ? ഫസ്റ്റ് അല്ല, നല്ല നടക്കുന്ന ഒരു കാര്യം പറഞ്ഞത്. എന്തേ എനിക്ക് സ്റ്റാർ ആവണ്ട, അതാവണ്ട. അത് നിങ്ങൾക്ക് ആവണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളെ കണ്ട ഒരു വിഷ്ണു മഞ്ചോന്റെ ഇപ്പൊ അദ്ദേഹത്തിന്റെ സമയം കേമ. അല്ലല്ല, വിഷ്ണു മഞ്ചു നല്ല ആക്ടറാ. വിഷ്ണു കേട്ടാ, ഞാൻ മര്യാദക്കാ പറഞ്ഞു. പുള്ളിക്ക് മലയാളം അറിയില്ല. ശ്വേതമേനോൻ സ്ത്രീകളെ പറ്റിയിട്ട് ആണുങ്ങൾ അറിയണമെന്ന് വിചാരിക്കുന്ന ഒരു കാര്യം ശ്വേതമേനോൻ എന്താ പറയാനുള്ളത്? ഡോണ്ട് ടേക്ക് us lightly. We will bounce back. ഈസി ആയിട്ട് എടുക്കരുത്, ഗ്രാൻഡഡ് ആയിട്ട് എടുക്കരുത്. എവറി ഡോഗ് ഹാസ് ഇറ്റ്സ് ഡേ എന്ന് പറഞ്ഞ പോലെ. അത് ആണുങ്ങൾക്കല്ല, ഇറ്റ്സ് ഫോർ വിമൻ ഓൾസോ. ഇപ്പോൾ സ്ത്രീകളും അത്ര തന്നെ ബുദ്ധിമുട്ടിക്കുന്ന സ്ത്രീകളാണ്. സ്ത്രീകൾ തന്നെ സ്ത്രീകളെ ബുദ്ധിമുട്ടിക്കുന്ന സമയമാണ് ഇപ്പോൾ. Men or women who is more toxic in a relationship? It depends. Person to person. Yeah. അതിന് ജെൻഡർ ഇല്ല. ടോക്സിക് ഹാസ് നോ ജെൻഡർ. ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ടോ അങ്ങനെ ആരെങ്കിലും? ടോക്സിക് ആയിട്ടുള്ള ട്രാൻസ്ഫോം ചെയ്യാൻ നിന്നിട്ടുണ്ടോ? അത് അയാളെ വിട്ടിട്ടാണോ ഇപ്പോൾ നിൽക്കുന്നത്? ഇല്ല. ഞാൻ ഒരാളെയും അതില്ല. ഞാൻ എത്രയോ റിയാലിറ്റി ഷോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ ടോക്സിക് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് പിന്നെ ഫ്യൂച്ചറിൽ തെളിവായിട്ട് വന്നിട്ടുണ്ട്. വൺ ഓഫ് ദ കണ്ടസ്റ്റന്റ് ഇസ് ഇൻ ദ ജയിൽ നൗ. അന്ന് നമുക്കറിയാം ഗ്രീൻ ഫ്ലാഗും റെഡ് അല്ല, അത് ദാറ്റ്സ് ബിക്കോസ് നമുക്ക് ഒരാളുടെ റിയാക്ഷൻ വെച്ചിട്ട് മനസ്സിലാക്കാമല്ലോ. എന്താ ഓട്ടോബയോഗ്രഫിക്ക് ടൈറ്റിൽ കൊടുക്കുക? എന്റെയോ? സ്റ്റോറി ഓഫ് എ ഗോ ഗെറ്റർ എന്ന് കൊടുക്കട്ടെ? ആലോചിച്ചു മെസ്സേജ് അയക്കാം. അങ്ങനൊന്നും പറ്റില്ല, അതിനുള്ള നേരമൊന്നുമില്ല. അനശ്വരം. ഓക്കെ, അനശ്വരത്തില് ഫാന്റസി എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ടെന്ന് വിചാരിക്കുക. എന്തായിരിക്കും കോണ്ടന്റ്? ഫാന്റസി. അത് പറ. ഫാന്റസി ഞാൻ പറഞ്ഞതല്ലേ ടൈറ്റില്, കോണ്ടന്റ് പറ. ഫാന്റസി ഉണ്ടാവും. നല്ല മറ്റേ നമ്മൾ പറയില്ലേ, ചില ആണുങ്ങളുടെ പറ്റി ആലോചിക്കും, ആണിൻ്റെ കൂടെ എവിടെയെങ്കിലും പോകണ ആലോചിക്കും, അല്ലാതെ സെൽഫ് സോളോ ട്രിപ്പിന് പോകാൻ ആലോചിക്കും. ഫാന്റസി എന്ന് പറഞ്ഞാൽ എത്ര സാധനങ്ങളുണ്ട്. നല്ല മസാജ് കിട്ടാനുള്ള ഒരു നല്ല സ്ഥലത്ത് പോകാൻ നോക്കും. പിന്നെ കുറെ പൈസ ഫാന്റസി ചെയ്യും. പിന്നെ റിവൈൻഡ് ചെയ്യാൻ നോക്കും. അതാണ് ഫാന്റസി. അത് ഇപ്പോഴത്തെ ട്രെൻഡ് അല്ല. ഞാൻ റിവൈൻഡ് ചെയ്തിട്ട് വീണ്ടും റീലിവ് ചെയ്യാൻ നോക്കും. സീക്രട്ട് ഓഫ് ഹാപ്പിനെസ് എന്താ? നോ സീക്രട്ട്. ഉണ്ട്, എനിക്കറിയാം. സ്പിരിച്വാലിറ്റി. ഐ ബിലീവ് ഇൻ പവർ. ഐ പ്രേ. അങ്ങനെ അതുകൊണ്ട് അമ്പലത്തിൽ പോയി ഇരുന്ന് വചനം കീർത്തനം ഒന്നും ചെയ്യുന്ന ആളല്ല. പക്ഷേ ഐ ബിലീവ് ഇൻ മൈ ഗോഡ്. ഐ ബിലീവ് ഇൻ മൈ മദർ. ഐ ബിലീവ് ഇൻ മൈ അച്ഛൻ. ഇപ്പം എൻ്റെ ഏറ്റവും വലിയ ഗോഡ് മൈ അച്ഛൻ. മനസ്സമാധാനത്തിന് വേണ്ടി എന്ത് ചെയ്യും? എന്ത് ചെയ്യുന്നു? നല്ല എണ്ണ തേച്ച് കുളിക്കും. സ്പിരിച്വലായിട്ട് പറ. എണ്ണ തേച്ച് കുളിക്കാൻ എന്താ സ്പിരിച്വൽ? അല്ല, അതൊരു ഫിസിക്കൽ ആയിട്ടുള്ള കാര്യം. സ്പിരിച്വൽ ആയിട്ട് പറ, താത്വികമായിട്ട് പറ. മനസ്സമാധാനത്തിന് വേണ്ടി എന്ത് ചെയ്യും? അമ്പലത്തിൽ പോവും. അല്ലാതെ എൻ്റെ കുറച്ച് സ്പിരിച്വൽ ആൾക്കാരുണ്ട്, അവരെ ഇരുന്ന് വിളിച്ച് സംസാരിക്കും. ജസ്റ്റ് ടോക്കിംഗ് ഓൺലി ഹീൽസ്. നെവർ കീപ്പ് എനിത്തിങ്. എപ്പോഴും രാത്രി ഉറങ്ങുമ്പോൾ സ്ലേറ്റ് പോലെ ക്ലീൻ ആണ്, വൈറ്റ് ബോർഡ് അല്ലെ ബ്ലാക്ക് ബോർഡ് ആയിട്ട്. അല്ലാതെ കാര്യം എന്താ? അതിൽ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ കാര്യം എന്താ?
അതുപോലെ ആയിരിക്കണം മനസ്സുറങ്ങും. പിന്നെ രാവിലെ നീട്ടിട്ട് വീണ്ടും എന്തെങ്കിലും ആയ കുശുമ്പ് കൊണ്ടായ രാത്രി ഡസ്റ്റ് എടുത്തോ ടുമോറോ another day. നൈസ്. താങ്ക് യു ഫോർ ദിസ് ബ്യൂട്ടിഫുൾ. താങ്ക് യു. ജംഗർ റിലീസ് ആവുന്നു. അതെ, പ്രൊട്ടഗോണിസ്റ്റ്. എൻ്റെ ജീവിതത്തിൽ ലൈഫ് വാസ് ലൈക്ക് എ ജംഗാർ. ടുഡേ ഐ എം ഇൻ എ ബിഗ് ഷിപ്പ്. ദാറ്റ്സ് ഹൗ ഐ വുഡ് ലൈക്ക് ടു സേ. ആൻഡ് July 4th ജംഗാർ അതിൻ്റെ ടാഗ് ലൈൻ ആണ് എവ്രി പേഴ്സൺ ഹാസ് എ ഫോർ ബിഹൈൻഡ് ദം. ആൻഡ് ദാറ്റ് ഈസ് ദ ആക്ച്വലി മന്ത്ര ഓഫ് എവ്രി ഹ്യൂമൻ ബീങ്. ആൻഡ് ദാറ്റ് ഈസ് മൈ ലൈഫ് മന്ത്ര, യുവർ ലൈഫ് മന്ത്ര. എല്ലാ ഈ ഇൻ്റർവ്യൂ കാണുന്ന എല്ലാവരും അവരെല്ലാവരുടെ ജീവിതത്തിൽ ഒരു ബിഹൈൻഡ് ദർ ഈസ് എ പേഴ്സൺ ഫോർ ദം ആൻഡ് ദർ ഈസ് വൺ പേഴ്സൺ ഫോർ ദം, എനിമി ഫോർ ദം. ഈ രണ്ടാളുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വളരുള്ളൂ. അതെ, മനസ്സിലായോ? എല്ലാം നല്ല ആൾക്കാരുണ്ടെങ്കിൽ നമ്മളെ പറ്റി ആരെയും കുറ്റം പറഞ്ഞാലാണ് നമ്മൾ വളരുക, അല്ലേ? കായ്ക്കുന്ന മാവിന്റെ മുകളിൽ എല്ലാ ആൾക്കാർ കല്ല്, ആ ഒരു കോൺസെപ്റ്റാണ് ജംഗാർ. ഒരു തുരുത്തിൽ നടക്കുന്ന കുറച്ച് ആൾക്കാരുടെ ഒരു ചെറിയൊരു ഗ്രാമപ്രദേശം. അവിടെ കുറച്ച് ആൾക്കാർ വരുന്നു, എന്തൊക്കെയോ നടക്കും. ആ ഒരു ഇതിലാണ് ദ ഹോൾ തിങ്. അപ്പോൾ നോക്കുമ്പോൾ അതെന്താണ് ആ ഒരു മിസ്റ്ററി, സർവൈവൽ. നമ്മൾ പറയില്ലേ ലൈഫിൽ എങ്ങനെ സർവൈവ് ചെയ്യുന്നു, അതാണ് ആ സിനിമേൻ്റെ. സോ സർവൈവലിൽ എങ്ങനെ അത് ആ ഒരു സസ്പെൻസ് നമ്മൾ സോൾവ് ചെയ്യുന്നത്, ദാറ്റ് ഇസ് ജംഗാർ. റിട്ടൺ ബൈ ആർ ഡയറക്ടർ മനോജ് ടി യാദവ്, പ്രൊഡ്യൂസർ MC ബാബുരാജേട്ടൻ. ആൻഡ് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഐ വോണ്ട് സേ ഹീറോ ഹീറോയിൻ. ഇറ്റ്സ് എ ക്യാരക്ടർ ഓറിയൻറ്റഡ് സിനിമ. തിയേറ്ററിൽ പോയിട്ട് തിയേറ്റർ എക്സ്പീരിയൻസിൽ കണ്ടാൽ മാത്രമേ ഇതിൽ ആണും പെണ്ണും ഒരേ ഈക്വൽ പ്ലാറ്ററിലാണ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ആണ് ഇസ് ലൈക്ക് ഡോമിനേറ്റിംഗ് വുമൻ, അങ്ങനെയല്ല. എവ്രിബഡി ഈസ് ഈക്വൽ. Everybody is grey. Grey. Nice. Grey, white and black. Looking forward for the film. Thank you. See you at movies. Yes, please. കാണുക, അഭിപ്രായം പറയുക. വീണ്ടും നമ്മൾ ഇൻ്റർവ്യൂ വരാൻ റെഡിയാണ്. അപ്പോൾ ഫോർ ദ സക്സസ്. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ സെഷൻ? നിങ്ങൾ പറയൂ. നിങ്ങൾ ആദ്യമായിട്ടല്ലേ എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. എന്തൊക്കെയായിരുന്നു നിങ്ങൾക്ക്? എൻ്റെ ആദ്യത്തെ ചോദ്യം, ശ്വേത മേനൻ എന്ന വ്യക്തിനെ പറ്റി ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞപ്പോൾ എന്താ തോന്നിയത്? പോപ്പ് കൾച്ചർ ഐക്കണാ ശ്വേത മേനൻ. മലയാളികളെ സംബന്ധിച്ചിടത്തോളം രതി നിർവേദം എടുത്ത് റീമേക്ക് ചെയ്യുന്നു. ചെയ്തു വെച്ചൊരു വർക്കല്ലേ അത്, പിന്നെ എടുക്കാൻ ധൈര്യം കാണിക്കുന്ന ഒരാള്. അല്ലെങ്കിൽ ഞാൻ ഈ കാര്യം കൊണ്ടാ കോണ്ടത്തിന്റെ ആഡ് ചെയ്തതെന്ന് ഭയങ്കര ചിരിച്ചു പറയാൻ പറ്റുന്ന ഒരാള്. ഇപ്പോൾ എന്താ പറയാ, കുട്ടിയെ കൊണ്ടുവന്നാൽ കുട്ടിയുടെ സ്വകാര്യതയെ ബാധിക്കുന്നു പറയുമ്പോൾ അത് കുട്ടി വളർന്നു വലുതായിട്ട് കുട്ടി പറയട്ടെ എന്ന് പറയുന്ന പോലത്തെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരാള്. എനിക്ക് എപ്പോഴും ആ ഒരു ഫാസിനേഷൻ ഉണ്ടായിരുന്നു ആസ് എ പേഴ്സൺ ശ്വേത മേനോനോട്. കുറച്ചൊക്കെ ബ്രേക്ക് ഔട്ട് ചെയ്യാൻ പറ്റി തോന്നുന്നു. ആ ഏരിയ ഒക്കെ കുറേ കൂടി പറ്റും നമ്മളെ ഭാവി കാണുമ്പോൾ. അതൊക്കെ എനിക്ക് നടന്നു. ആൻഡ് ഇറ്റ് ഈസ് എ ഫാൻ ബോയ് മൊമെന്റ്. താങ്ക് യു. സോ അതൊക്കെ പറഞ്ഞ കാര്യം സത്യമാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? വെറുതെ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടല്ലല്ലോ. So I don't lie to you, I don't lie to myself. Thank you for the time. Thank you. Thank you. Thank you.